ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പെർഫെക്റ്റ് ആവുന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എണീറ്റ് ഉടനെ പല്ല് തേച്ച് പിന്നെ ഈ പ്ലമ്മിൻ്റെ ഈ ഒരു ഫേസ് വാഷ് ഞാൻ കുറേ ആയിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഒരു 3-4 months ആയിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മുഖം കഴുകുന്നത്. പിന്നെ ഞാൻ വെള്ളം നിറക്കാൻ പോവും. വെള്ളം ഞാൻ ഈ ബോട്ടിൽ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. എത്ര 400 സംതിങ്ങിനെങ്ങാണ്ടോ അന്ന് മേടിച്ചത്. പക്ഷേ ഇപ്പം ഇത് വില കുറവിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ മുമ്പ് അങ്ങനെ വെള്ളം കുടിക്കത്തില്ലായിരുന്നു. പക്ഷേ ഈ കുപ്പി മേടിച്ച പിന്നെ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, വെള്ളം കുടിക്കാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ അതായത് ഒരു ദിവസത്തിൽ ഈ ഒരു ബോട്ടിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പം എൻ്റെ വെള്ളം കുടിക്കുന്നത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കേസർ ആൻഡ് കോജിക് ആസിഡിൻ്റെ മോയ്സ്ചറൈസർ ഇടും. പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കണ്ട് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ലേറ്റായിട്ടായിരിക്കും എണീക്കുക. അങ്ങനെ എണീക്കുന്ന സമയത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ചെയ്യാറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കോളേജിൻ്റെ തന്നെ ഒരു ക്യാൻറ്റീനുണ്ട്, നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ ഒരു ക്യാൻറ്റീനുണ്ട്. അവിടെ പോയിട്ട് ഒരു ചായയോ എന്തെങ്കിലും പപ്സോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുകയാണ് ചെയ്യാറ് മിക്കപ്പോഴും. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അവിടെ അങ്ങനെ ഇരുന്ന് പിന്നെ കുറച്ച് നേരം അവിടെ കഥയൊക്കെ പറഞ്ഞിരുന്ന് ഒരു ഉച്ചയായപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയി. അപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ക്ലീനിങ് ചെയ്യുന്ന ദിവസമാണ്. ഞങ്ങൾ എപ്പോഴും റൂം ഭയങ്കര ക്ലീനായിട്ട് വെക്കാൻ നോക്കാറുണ്ട്. കാരണം ഞങ്ങൾ അതിനകത്ത് ഇരുന്നാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും ക്ലീനായി വെക്കാൻ ഞങ്ങൾ നോക്കാറുണ്ട്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ വരും. അപ്പോൾ അവർ ക്ലീൻ ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ബെഡൊക്കെ മടക്കി ഞങ്ങൾ ലാസ്റ്റ് അവർ ഫുള്ള് ക്ലീൻ ചെയ്ത് തന്ന്. അപ്പോൾ ഞങ്ങൾ ബെഡൊക്കെ വിരിച്ച് നല്ല വൃത്തിക്കാക്കി. പിന്നെ ഞാൻ ളുഹറിൻ്റെ സമയമൊക്കെ ആയിട്ടോ. രാവിലെ ആയതുകൊണ്ട് എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ സുബ്ഹൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതും കളാ വീട്ടി പിന്നെ ളുഹറും നിസ്കരിച്ച് പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ലഞ്ച് ടൈമിൻ്റെ സമയമായി. ഇന്ന് ചോറും മീൻകറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ആഴ്ചയിൽ ഒരു തവണ കേട്ടോ നമുക്ക് മീൻകറി കിട്ടുന്നത്. എനിക്ക് മീൻകറി ഉള്ള ദിവസം എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എനിക്ക് മീൻകറി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലഞ്ച് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ മീൻകറിയും നല്ലതായിരുന്നു. പിന്നെ അപ്പുറത്തെ സൈഡ് തന്നെ അവർ പപ്പടം കൂടെ വെച്ചിട്ടുണ്ട്. അതുകൂടെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. അങ്ങനെ പപ്പടമൊക്കെ എടുത്ത് ഞങ്ങൾ റൂമിലിരുന്നാട്ടോ ഫുഡ് കഴിക്കുന്നത്. മെസ്സിലിരിക്കൽ കുറവാണ്, റൂമിൽ ഇരുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുക. കാരണം ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ മെസ്സ്. അതുകൊണ്ട് എപ്പോഴും റൂമിൽ ഇരുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കാറ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ഇവിടെ ചായ ആയിരുന്നു. പക്ഷേ എനിക്കെന്തോ കോഫി കുടിക്കാൻ തോന്നി. അപ്പോൾ കോഫി സാധാരണ ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ടാട്ടോ ഉണ്ടാക്കാറ്. ഇതും പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്യും, എന്നിട്ട് ചൂടുവെള്ളം അതിലോട്ട് ഒഴിക്കും. ഇത് നമ്മുടെ മെഷീൻ കോഫി ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനിത് മറ്റേ ഫിൽറ്ററിൻ്റെ അവിടെ തന്നെ നമുക്ക് ചൂടുവെള്ളം കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ചൂടുവെള്ളം എടുത്തിട്ട് കോഫിയൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഇന്ന് കഴിക്കാനായിട്ട് ഉള്ളിവടയായിരുന്നു ചായൻ്റെ ഒപ്പം. അപ്പം അതും കൂടെ എടുത്തു. അതും നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് നടക്കാൻ വേണ്ടി പുറത്തോട്ടിറങ്ങി. അപ്പോഴത്തേക്കും നല്ല ഒരു 5:30-5:45 ആയായിരുന്നു. അങ്ങനെ എനിക്ക് ഈ ബൊഗെയിൻ വില്ലാസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഈ പൂ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. എന്താണെന്നറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പൂ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ. അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നു. അപ്പോഴത്തേക്കും മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുത്ത് നിസ്കരിച്ച് അതൊക്കെ കഴിയുമ്പോഴത്തേക്കും രാത്രിയത്തെ ഫുഡിൻ്റെ ടൈം ആവും. അപ്പം കുളിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാനിരിക്കും. അങ്ങനെ ഇന്ന് ഫുഡ് എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസും പിന്നെ കോളിഫ്ലവറും ആയിരുന്നു. അതും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി എപ്പോഴും നടക്കാനിറങ്ങും. അങ്ങനെ രാത്രി നടക്കാനിറങ്ങി പിന്നെ നേരെ സ്റ്റോറിലേക്ക് പോയി. അവിടെ നിന്ന് കണ്ട എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അങ്ങനെ മേടിച്ചാണിതും. പിന്നെ ഈ ഒരു ഗോവൻ്റെ ജ്യൂസ്, ഇതിപ്പോൾ എൻ്റെ കറണ്ട് ഫേവറേറ്റ് കേട്ടോ. പിന്നെ രാത്രിയും പിന്നെ അതേ ബൊഗെയിൻ വില്ലേൻ്റെ അവിടെ പിന്നെയും പോയിരിക്കും. പിന്നെ അതിങ്ങനെ രാത്രി ഇങ്ങനെ നോക്കാനും ഭയങ്കര രസമാണ്. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഇരിക്കുന്നൊരു സ്പോട്ടുണ്ട്, അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോയി. അപ്പോൾ അത്രയുള്ളൊരു